أحكام الميم والنون المشددتين وغن ميما ثم نونا شددا وسم كلا حرف غنة بدا. നൂനും മീമും ഷദ്ദുടേതായി വന്നാൽ അഹ്കാമുൻ നൂനി വൽ മീമി അൽ മുശദ്ദദതൈൻ ഷദ്ദുടേതായി വന്നാൽ അതിൻ്റെ വിധി എന്ത് എന്നതാണ് ഈ ഹെഡിങ്ങിൻ്റെ കീഴിൽ ഇമാം അൽ ജംസൂരി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. വഗുന്ന മീമൻ സുമ്മ നൂനൻ ശുദ്ദിദ. ഗുന്ന നീ മണിച്ചുച്ചരിക്കണം. ഗന്ന യഗന്നു ഗന്നൻ ഗന്നതൻ എന്ന് പറഞ്ഞാൽ മൂക്കുകൊണ്ട് സംസാരിക്കുന്നതിനാണ് പറയാ. തരിമൂക്ക് കൊണ്ട് സംസാരിക്കുന്നതിനാണ് ഗന്ന യഗന്നു എന്ന് പറയാ. ഗുന്നത്തൻ എന്ന് പറഞ്ഞാൽ തരിമൂക്കിൽ നിന്നും ഉണ്ടാക്കുന്ന ശബ്ദത്തിനാണ് ഗുന്ന എന്ന് പറയാ. നൂനും മീമും ഷദ്ദുടേതായി വന്നാൽ അതിൻ്റെ വിധി അത് ഗുന്നത്ത് നൽകി ഉച്ചരിക്കണം എന്നതാണ്. ഗുന്നത്ത് 2 ഹറക്കത്തിൻ്റെ അളവാണ് ഉണ്ടാകേണ്ടത്. ഇന്ന സുമ്മ ഇതാണ് ഗുന്നത്ത്. തരിമുക്കിൽ നിന്നുമാണ് ഗുന്നത്ത് വരുന്നത്. അതാണ് ശൈഖറോട് പറയുന്നത് ഗുന്ന മീമൻ മീമിന് നീ ഗുന്നത്ത് നൽകണം. സുമ്മ നൂനൻ പിന്നെ നൂനിനും നീ ഗുന്നത്ത് നൽകണം. ശുദ്ധിത ഷദ് നൽകപ്പെട്ട നൂനിനും മീമിനും. വസമ്മി കുല്ലൻ ഹർഫ ഗുന്നത്തിൻ ബദ ഇവകൾക്ക് നീ ഗുന്നത്തിൻ്റെ ഹർഫ് എന്ന് പേരിടുകയും ചെയ്യുക എന്ന്. ഗുന്നത്തിൻ്റെ ഹർഫുകളാണ് മീമുൻ നൂനും. മീമുൻ നൂനും മാത്രമാണ് ഗുന്നത്തോടു കൂടി അതിന് ഷദ് വന്നാൽ ഉച്ചരിക്കുക. മറ്റ് ഹർഫുകളൊന്നും ഷദ് വന്നാൽ ഗുന്നത്തോടു കൂടി ഉച്ചരിക്കുകയില്ല. ബദ എന്ന് പറഞ്ഞാൽ ലഹറ പ്രകടമായി വെളിവായി അത് ബൈത്തിൻ്റെ പ്രാസൊക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊടുത്തു എന്ന് മാത്രം, പ്രത്യേക അർത്ഥമൊന്നും അതിനില്ല. ഖൈഷൂം അതിനാണ് തരിമൂക്ക് എന്ന് പറയുക. ഖൈഷൂം ഗുന്നത്ത് ഉണ്ടാകേണ്ടത് തരിമൂക്കിൽ നിന്നുമാണ് നമ്മൾ പറഞ്ഞല്ലോ. അതിന് ഖൈഷൂം എന്നാണ് പറയുക. 5 മഖ്റജുകളാണുള്ളത്. ഹർഫുകൾക്ക് 5 മഖ്റജുകളാണുള്ളത്. ആ 5 മഖ്റജുകളിലായി വിശാലമായ 17 മഖ്റജുകളുണ്ട്. അതിലൊന്ന് അൽ ഖൈഷൂം. ഖൈഷൂമിൽ നിന്നും ഒറ്റ ഒരു മഖ്റജാണ്, അത് ഗുന്നത്താണ്. രണ്ടാമത്തേത് അൽ ജൗഫ് വായൻ്റെ ഉള്ള്. മൂന്നാമത്തേത് അൽ ലിസാൻ നാവ്. നാവിന് 10ഓളം മഖ്റജുകളുണ്ട്. നാലാമത്തേത് അൽ ഹൽക്ക് തൊണ്ട. അതിന് 3 മഖ്റജുകളുണ്ട്. തൊണ്ടൻ്റെ അടിഭാഗം, നടു, മേൽഭാഗം. അഞ്ചാമത്തേത് അഷഫത്താൻ 2 ചുണ്ടുകൾ. ചുണ്ടിന് 2 മഖ്റജുകളാണുള്ളത്. അങ്ങനെ 17 മഖ്റജുകളുണ്ട്. മഖാരിജുൽ ഹുറൂഫി 17 17 മഖ്റജുകളാണ് ഉള്ളത്. ആ 17 മൊത്തത്തിൽ പറഞ്ഞതാണ് 5 മഖ്റജുകൾ. ഒന്ന് അൽ ജൗഫ്, അൽ ലിസാൻ, അഷഫത്താൻ, അൽ ഹൽക്ക്, അൽ ഖൈഷൂം. ഗുന്നയുടെ മഖ്റജ് ഖൈഷൂമാണ്. ഗുന്ന. ഖുൽ അഊദു ബിറബ്ബിന്നാസ് ഇന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. ഗുന്ന നൂനും മീമും ഷദ്ദുടേതായി വന്നാൽ ഖൈർ. يا سائلي عن مذهبي وعقيدتي رزق الهدى من للهداية يسأل اسمع كلام محقق في قوله لا ينثني عنه ولا